ലഹരിക്കും അക്രമത്തിനുമെതിരെ നമ്മുടെ SKN40 ഫ്ലവേഴ്സ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ സാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ സമാപനം ഒന്ന് ബീച്ചിൽ വെച്ച് നടത്താൻ പോവുകയാണ്. 4 മണിക്കാണ്. ഈ SKN40 കോഴിക്കോട് മാനാഞ്ചിറയിൽ വന്നപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ സമാപനം കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് വൻ ജനാവാലിയിൽ നടത്താൻ പോവാണ്. 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും റോയ് 3R വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ ബീച്ചിൽ നിന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര തിരക്കുമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഒച്ചപ്പാടും ബഹളവും പാട്ടും അങ്ങനെ എല്ലാം കൂടിയായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇൻട്രോ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടാണ് അതിന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ജനലക്ഷങ്ങൾ അണിനിരന്ന് അറബിക്കടലിനെ സാക്ഷിയാക്കി SKN നടത്തിയ SKN40 എന്ന പരിപാടിയുടെ സമാപനം ഒരു 1.5 പരിപാടിയായിരുന്നു. ഒരുപാട് ജനങ്ങളും അതിനനുസരിച്ചുള്ള പരിപാടിയും, നല്ല മനോഹരമായ കാഴ്ചയുടെ ആ ദൃശ്യങ്ങൾ, അറബിക്കടലിനെ സാക്ഷിയാക്കി ജനലക്ഷങ്ങൾ അണിനിരന്നു കൊണ്ടെടുത്ത പ്രതിജ്ഞ, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലോട്ട് പോകാം. സമയം 4 മണി കഴിഞ്ഞെങ്കിലും 4 മണിക്ക് തുടങ്ങാനിരുന്ന പരിപാടിയാണ്. പക്ഷേ തുടങ്ങിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ നടന്നു വരുന്നുള്ളൂ. ഒക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാക്കണ്ടേ? അപ്പൊ ഒരുപാട് ദേശങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് പേരെ കാണുന്നു. വലിയ സന്തോഷം. ഒരുപാട് പേര് പുറകിലൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും ഈ വേദിക്കരികിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തിനാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്? നമ്മുടെ ഈ സ്വന്തം കോഴിക്കോടാണ്. കൽവിന്റെ തേനൊഴുകുന്ന ഈ കോഴിക്കോട്. നിങ്ങളുടെ ആ അരുമ മനസ്സിലുണ്ട്. ആ അതിലേക്ക്, ആ സ്നേഹത്തിലേക്ക് അലിഞ്ഞില്ലാതാകാനാണ് 24 നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും കേരളത്തിൽ അമോളം നിന്ന് നമ്മുടെ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ ഒരു സ്വരത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് വേണ്ടി പറയാം: അരുതക്രമം, അരുതിലഹരി, എന്റെ കേരളം, എന്റെ അഭിമാനം. SKN40 എന്ന കേരള യാത്രയുടെ സമാപനം കുറിക്കുകയാണ്. അപ്പോ എന്താവണം ഇനി ലഹരി എന്ന്? ഹലോ കോഴിക്കോട്, എല്ലാവർക്കും സുഖാണോ? ഒരു നല്ലൊരു എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ് ഫസ്റ്റ് പാടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൈയടിയും സപ്പോർട്ടും വേണം. എല്ലാവരും ഇഷ്ടമല്ലേ? മനോഹരമായ പാട്ടാണ് അവർ പാടിയത്. പക്ഷേ നമുക്ക് ആ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ആ പാട്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാണേ. പരിപാടിക്ക് അങ്ങോട്ട് പോര്. അത് ശരി. അവിടെ പല പരിപാടി പാട്ടുകളെല്ലാം തന്നെ കിടിലം പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജനലക്ഷങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിലേക്ക്. ബീച്ചിൽ ഓൾറെഡി ജനങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകതയാണ്, എന്ത് വിശേഷ ദിവസം ഉണ്ടായാലും സൺഡേ ആണെങ്കിലും ഒക്കെ ജനങ്ങൾക്കൊരു കുറവില്ല. ഇന്ന് പ്രത്യേകിച്ച് ഈസ്റ്ററും കൂടിയാണ്. അതിൻ്റെ ആ ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്, നിറയെ ജനങ്ങളാണ്. കോഴിക്കോട് ശബ്ദമില്ലെന്ന്. ശബ്ദമില്ലാത്ത കോഴിക്കോട് Thank you.
യൂണിവേഴ്സിറ്റി മാനേജ്മെന്റിൽ 40 വർഷം പിന്നിട്ട മാധ്യമ ജീവിതം. ആ ഒരാൾ ഒരു യാത്ര ചെയ്തു. തെക്ക് തിരുവനന്തപുരത്ത് നിന്ന് വടക്ക് കാസർഗോഡ് വരെ നാടിനെ കാർന്നു തിന്നുന്ന ലഹരി. മഹത്തായ വർഷങ്ങൾ തന്റെ കർമ്മപഥത്തെയും പൂർത്തിയാക്കിയ ഒരു മനുഷ്യൻ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് തന്റെ സഹപ്രവർത്തകരുടെ കൈപിടിച്ച് ആ കത്തിയാവുന്ന വെയിൽച്ചൂടിലേക്ക് കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഒരു ദൗത്യമായി ഇറങ്ങാൻ കാരണമുണ്ട്. കൊളംബിയൻ തെരുവുകളിൽ, മെക്സിക്കോയിൽ, ഫിലിപ്പൈൻസിൽ രക്തം കണ്ട് അടപ്പമാറിയ മയക്കുമരുന്ന് അടിമകളുടെ ജംഗിക്കൂട്ടത്തിന്റെ അരാജക പടയോട്ടം കണ്ട് നരകനാടുകൾ എന്ന് അമ്പരന്നവരാണ് നമ്മൾ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ നവോത്ഥാന കേരളത്തിലെ മനസാക്ഷിയുടെ തീക്കണ്ണിയിൽ അതേ അമ്പരപ്പ് അമ്മമാരുടെ കഴുത്തറക്കാൻ കൈമറയ്ക്കാത്ത, പിതാക്കന്മാരുടെ തലയിറങ്ങി വീഴാൻ മടിക്കാത്ത, പെറ്റവയറിനെ പോലും ആസക്തിക്കണ്ണിൽ കാണുന്ന അന്ധക വിത്തുകൾ മുടിഞ്ഞ മക്കൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിക്ക് MDMA കൊടുക്കുന്ന ഒരു സഹോദരൻ, സഹോദരിയുടെ 7 മാസം നിറവയർ ഗർഭത്തിന് ലക്ഷ്യം തെറ്റാതെ ചവിട്ടിക്കലക്കുന്ന കൂടപ്പറപ്പ്, കേട്ടാൽ പേടിയാവുന്ന ഒരു വാർത്തകളുടെ കുത്തൊഴുക്കിൽ പതച്ചവരാണ് നമ്മൾ. ബ്രൂട്ടാലിറ്റിയുടെ വേരി വെച്ച് കഴിയുമ്പോൾ കാണാം വലിച്ചു കയറ്റുന്ന ഒരു രാസലഹരി പകർന്നു കൊടുക്കുന്ന ഒരു ഭ്രാന്ത്. അതിനെതിരെ ഈ പോയ 32 നാളുകൾ ഞങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ സമരത്തിലാണ്. ആ ദൗത്യ സംഘത്തെ കേൾക്കാൻ അവർ പറയുന്ന ആധികളെ നെഞ്ചോട് ചേർത്ത് ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരോട് സാഗരം പോലെ ഇരട്ടിയാക്കിയ സ്നേഹത്തിന് അഭിവാദ്യങ്ങൾ, പറഞ്ഞാൽ തീരാത്ത കടപ്പാട്. വാർത്തകൾക്കപ്പുറം നാടിന്റെ ശബ്ദമാകാൻ ആർജവമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് ചെയ്യാൻ ദീപശില തെളിയിക്കണമെങ്കിൽ ഇവിടെ തെക്കുനിന്ന് വടക്ക് ആ യാത്ര പൂർത്തിയാക്കിയ ശേഷമാണ് ദീപശില. വ്യക്തമാണ് സന്ദേശം. ഈ കാലം സാക്ഷിയാക്കി നമ്മൾ പ്രഖ്യാപിക്കുന്നു, നരാധമന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഞ്ചനാവലയിലാക്കി കൊന്നൊടു. ആരംഭിക്കുകയായി. നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ 14 ജില്ലകളിലൂടെ 30 ദിവസങ്ങളിലധികം നീണ്ടുപോയ ഒരു യാത്രയുടെ അന്ത്യം കുറിക്കുന്ന നമ്മുടെ യാത്രയിൽ ഉടനീളം ഒരു പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ശരിക്കും ഈ പ്രതിജ്ഞ ചോരകിനിയുന്ന ആത്മാർത്ഥതയോടെ നമ്മുടെ മലയാളി ജനസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിൻ്റെ ഈ മണ്ണിൽ എല്ലാവിധമായ രാസലഹരി വ്യാപനത്തിനും തടയിടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പ്രതിജ്ഞ നിങ്ങളേവരും ഏറ്റുചൊല്ലുന്നതോടെ നമ്മുടെ ഈ യോഗത്തിന് ഔപചാരികമായി തുടക്കമാകും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന കൈ മുന്നോട്ട് നീട്ടി 100% ആത്മാർത്ഥതയോടെ കേരളത്തിന്റെ മണ്ണിനെ മുറിവേൽപ്പിക്കാൻ ഒരു എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ
നശിക്കട്ടെ എന്നുള്ളത്. ശ്രമിക്കുന്നത് ജീവിതത്തെ വിജയിച്ചു കാണിക്കലാണ് യഥാർത്ഥ ലഹരിയെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ലഹരി നിസ്സാരക്കാരനല്ല. കുഞ്ഞുമക്കളെയും യുവതലമുറയെയും ചേർത്ത് പിടിക്കാം. ലഹരിക്കെതിരെ പോരാടാം. അതുകൊണ്ട് നമ്മൾ ഈ യാത്രയുടെ അവസാനം നിൽക്കുമ്പോൾ 32 ദിവസങ്ങൾ യാത്ര പൂർത്തിയാക്കി ഈ രീതിയിൽ കാസർഗോഡ് കടപ്പുറത്ത യാത്ര പൂർത്തിയാക്കി യാത്രക്കടവ് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സമാപന സമ്മേളനത്തിന് ഔപചാരികമായി തുടക്കമാവുകയാണ്. എല്ലാവർക്കും യോഗത്തിന് സ്വാഗതം. ഈ യോഗത്തിന് ആ പ്രൗഢമായ സദസ്സിന് സ്വാഗതം ആശംസിക്കാൻ ഞാൻ പ്രതിപക്ഷ സെക്രട്ടറി ശ്രീ KR ജോബീഷിനെ സ്വാഗതം ചെയ്യും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് SKN40 എന്ന പരിപാടിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ് പരിപാടി വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഇത് വീഡിയോയിൽ നമുക്ക് ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സൂം ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ MGയുടെയും സ്റ്റീഫൻ ദേവസിൻ്റെയൊക്കെ ഗാനമേള, അത് ഞാൻ നിന്നില്ല. അതേപോലെ പീപ്പിൾസ് ഗാനമേള, അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു ബീച്ചിൽ നടന്നത്. ഞാൻ മുഴുവൻ കഴിയാനായിട്ട് നിന്നില്ല, അതിന് വേണ്ടി തന്നെ ഞാൻ തിരിച്ചു വന്നു. കാരണം നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ഇതത്ര ലോങ്ങിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വന്നു. പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.